ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ലാബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ 19 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കുടുംബാരോഗ്യ കേന്ദ്രം ലാബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് സേവനം അവകാശമാണ് എന്ന് പറയുന്നൊരു ബില്ല് ഞങ്ങളൊക്കെ വളരെ ആവേശത്തോടു കൂടി നിയമസഭയിൽ കേട്ടിരുന്നൊരു ബില്ലാണ്. സാധാരണ മനുഷ്യർക്ക് പഞ്ചായത്തിലൊരു ആപ്ലിക്കേഷൻ വെച്ചാൽ ഇത്ര ദിവസത്തിനകം സേവനം കിട്ടിയില്ലെങ്കിൽ, വില്ലേജ് ഓഫീസിലൊരു സേവനം കിട്ടിയില്ലെങ്കിൽ അവർക്ക് സേവനം കിട്ടാനുള്ളൊരു സമയമുണ്ട്. ആ സമയത്തിനകം സേവനം കിട്ടിയില്ലെങ്കിൽ ആ സേവനം അവർക്ക് കിട്ടിയതായി കരുതണം എന്നാണ് സുപ്രധാനമായ ബില്ലിൽ പറയുന്നത്. അതിനിടയ്ക്ക് ഒരു ബിൽഡിംഗ് പെർമിറ്റിന് ചെന്നു, ഒരു മാസമാണ് സമയം പറഞ്ഞ്, ഒരു മാസത്തിൽ കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് വീട് പണിയാം. അവർക്കത് ഇല്ലേ ശ്രദ്ധേയമായ ഒരു സേവന അവകാശമാക്കിയ ബില്ല്. ഇതൊക്കെ കേരളത്തിൽ ചെയ്യുകയാണ്. കേവലമായ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, അതീവ ദരിദ്രരായ മനുഷ്യരെ കണ്ടെത്തുമ്പോൾ വലിയ സങ്കടകരമായിരുന്നു അവരുടെ അവസ്ഥ. നമ്മൾ ചിലരെയൊക്കെ കണ്ടെത്തിയപ്പോൾ ചിലർക്ക് വീടുണ്ട്, പക്ഷേ അവർക്ക് പുറത്ത് പറയാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക ദുരിതമായിരുന്നു. അപ്പോൾ അവർക്ക് ചിലപ്പോൾ വാടക കെട്ടിടത്തിൽ കഴിയുന്നവർക്ക് വാടക കൊടുക്കാൻ കഴിയാത്തത് അതീവ ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമായിട്ട് ഗവൺമെൻറ് കണ്ടു. എന്നുവെച്ചാൽ വെറുതെ ജോലിക്ക് പോകാതെ ഇരുന്നിട്ട് ചെയ്യുന്ന അങ്ങനെയുള്ളവരല്ല, പല കാരണത്താൽ ജോലി ചെയ്യാൻ കഴിയാതെ വീട്ടിലകപ്പെട്ട് പോകുന്നവർ, മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്തവർ, സ്വന്തമായി സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, അങ്ങനെ കേരളത്തിലുടനീളം കണ്ടെത്തിയതാണ്. ഈ 140 അസംബ്ലി മണ്ഡലങ്ങളിലും കണ്ടെത്തിയതാണ് 65,000 പേര്. അവരെ കണ്ടെത്തിയത് ഇവരിപ്പോഴുള്ള പഞ്ചായത്തുകളാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പവനനാഥൻ അധ്യക്ഷനായി. കൃഷിഭവനിൽ നിന്ന് മണിക്കൂറുകളോളം പറയാൻ പറ്റുന്നതിനുള്ള ആനുകൂല്യങ്ങളാണ് ദേവികുളങ്ങര പഞ്ചായത്ത് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെട്ടു. ഞങ്ങൾക്ക് ഒരു മില്ലറ്റിൻ്റെ കഫേ നമ്മുടെ MLA സഹായത്തോടുകൂടി കൃഷി വകുപ്പ് മന്ത്രി ഒരു മില്ലറ്റ് കഫേ തന്നു. ആ മില്ലറ്റ് കഫേ ഞങ്ങൾ കൂട്ടുമാത കടവിൽ മനോഹരമായൊരു ഷോപ്പ്. ഇന്ന് 35 പ്രോഡക്ട്സ് GST ബില്ലോടെ കൊടുക്കാൻ പറ്റുന്ന 35 പ്രോഡക്ട്സ് 2,90,000 രൂപ ടാക്സ് അടച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തെ വളർത്തിയെടുക്കുവാൻ കാർഷിക മേഖലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കൃഷിഭവനിൽ വിപണി, നമ്മളെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വിപണി ഉണ്ടാകുന്നു. ഓണച്ചന്തകൾ ഉണ്ടാകുന്നു, ക്രിസ്മസ് ചന്തകൾ ഉണ്ടാക്കുന്നു, റംസാൻ ചന്തകൾ ഉണ്ടാകുന്നു. ഇതെല്ലാം MLA നേതൃത്വത്തിൽ സർക്കാരിൻ്റെ കൂടെയാണ്. അതെല്ലാം ഈ പഞ്ചായത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതുഷ രാജ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ S. രേഖ, ലീന രാജു, ശ്യാമ വേണു, T. ശ്രീലത, മെഡിക്കൽ ഓഫീസർ MV അനൂപ് എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അമൃത T. മോഹൻ നന്ദി പറഞ്ഞു. CD ന്യൂസ് കായംകുളം.